ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റവയും തേങ്ങയും കൊണ്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. വെറും 10 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ കറികളുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. വീഡിയോ കണ്ട ശേഷം ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 1/2 കപ്പായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിച്ചപ്പും പുതിനയാണ് കേട്ടോ. ഇത് നിർബന്ധമുള്ളതല്ല കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4-5 ചെറിയ ഉള്ളി എടുത്താലും മതി. പിന്നെ ഒരു പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 1 കപ്പ് 1-1.25 കപ്പോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ വെച്ചതിന് ശേഷം ഇത് കോരി ഒഴിച്ച് നന്നായിട്ട് 2 സൈഡും വേവിച്ചെടുക്കാം. ഓയിൽ മുകളിലോ അല്ലെങ്കിൽ പാനിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് അധികം ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ശരിക്കും പരന്ന് കിട്ടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതേപോലെ നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പാന് ലോ ഫ്ലെയിമിലാവാൻ, അതായത് ഫ്ലെയിം ലോ ആവാൻ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം കൂടിപ്പോയാൽ നമുക്കിതിങ്ങനെ പരന്ന് കിട്ടില്ല. അതിനുശേഷം മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലോ നെയ്യോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാവും. അതുപോലെ തന്നെ കറികളുടെ ആവശ്യമില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.